കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ VC-ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. PRO നൽകിയ റിപ്പോർട്ടാണ് കൈമാറിയത്. സംഘാടകർ നിബന്ധന ലംഘിച്ചുവെന്ന് PRO റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. VC രാജ്ഭവന് നൽകുന്ന റിപ്പോർട്ട് നിർണായകമാണ്. ഗോപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, എങ്ങനെയെങ്കിലും രജിസ്ട്രാറെ ഒന്ന് കുരുക്കുക, ഇതാണ് ഗവർണറും VC-യും ചേർന്നിപ്പോൾ നടത്തുന്ന നാടകം. എന്നാൽ VC-ക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ PRO-യും സെക്യൂരിറ്റിയും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘാടകർ ചട്ടം ലംഘിച്ചു എന്നതിന്റെ ബോധ്യത്തിലാണ് രജിസ്ട്രാർ ഇടപെട്ടതെന്നാണ് രജിസ്ട്രാർ അനിൽകുമാർ പറയുന്നത്. അപ്പോൾ എന്തായാലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ആ റിപ്പോർട്ട് പഴുതടച്ചുള്ളതാണോ? അതെ, ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയെങ്കിലും രജിസ്ട്രാറെ ഈ വിഷയത്തിലൊന്ന് പ്രതിചേർക്കുക, നടപടിയെടുക്കുക എന്ന തരത്തിലേക്ക് അങ്ങനൊരു തോന്നലുളവാക്കുന്ന ഇടപെടലാണ് ഇപ്പോൾ രാജ്ഭവന്റെയും VC-യുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ VC-ക്ക് വിശദീകരണം ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു റിപ്പോർട്ട് ആദ്യം നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത് PRO-യുടെയും സെക്യൂരിറ്റി ഓഫീസറുടെയും, അതായത് സംഘാടകർ നിബന്ധനകൾ ലംഘിച്ചുവെന്ന PRO-യുടെയും സെക്യൂരിറ്റി ഓഫീസറുടെയും ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അന്ന് ഇടപെട്ടതെന്നും അല്ലാതെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നതുമായിരുന്നു ആദ്യ റിപ്പോർട്ടിലെ രജിസ്ട്രാറുടെ വിശദീകരണം. എന്നാൽ അങ്ങനെ PRO ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ പകർപ്പടക്കം തനിക്ക് മറ്റൊരു റിപ്പോർട്ട് നൽകാൻ വീണ്ടും VC രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു. എന്തോ രജിസ്ട്രാർ പറഞ്ഞത് വിശ്വാസമില്ലാത്തതുപോലെ, ബോധ്യമില്ലാത്തതുപോലെയായിരുന്നു അന്ന് VC-യുടെ ഇടപെടലുണ്ടായത്. തുടർന്ന് ഇപ്പോൾ PRO നൽകിയ റിപ്പോർട്ട് അടക്കം, ആ റിപ്പോർട്ടിന്റെ പകർപ്പടക്കം വീണ്ടും രണ്ടാമതൊരു റിപ്പോർട്ട് VC-ക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ KS അനിൽകുമാർ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് സംഘാടകരോട് ഒരു കാരണവശാലും സാമുദായിക ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടത്തരുത് എന്ന് ആദ്യം തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ആ പരിപാടിയിൽ ഭാരതാംബയുടെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിബന്ധനയുടെ ലംഘനമാണ് എന്ന് കാട്ടിയാണ് PRO റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടും തൻ്റെ കുറിപ്പും ചേർത്താണ് ഇപ്പോൾ VC-ക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി VC ആണ് ഈ വിഷയത്തിൽ രാജ്ഭവന് റിപ്പോർട്ട് നൽകേണ്ടത്. VC-യുടെ റിപ്പോർട്ട് എങ്ങനെയാണ്, അതിന്മേൽ എന്ത് കുറിപ്പാണ്, എന്ത് വിലയിരുത്തൽ നൽകിക്കൊണ്ടാണ് രാജ്ഭവനിലേക്ക് ഈ റിപ്പോർട്ട് കൈമാറുക എന്നതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. കാരണം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള നടപടി ഉണ്ടായാലും അതിന് അടിസ്ഥാനം VC രാജ്ഭവനിലേക്ക് കൈമാറുന്ന ഈ റിപ്പോർട്ടായിരിക്കും. താങ്ക് യു. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരള യൂണിവേഴ്സിറ്റിയുടെ VC എന്നൊക്കെ പറയുമ്പോൾ ആ പദവിക്കൊരു മഹത്വം നമ്മൾ കണ്ടിരുന്നു. അവിടെ ഇരുന്ന് തനി രാഷ്ട്രീയം കളിക്കുന്ന VC-മാരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്ഥാനത്താണ് ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.